Good afternoon, students. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് മൈക്രോവേവ് പവർ ഫ്രീക്വൻസി ആൻഡ് ഇംപിഡൻസ്. സോ പവറിന്റെയും ഫ്രീക്വൻസിയുടെയും ഇംപിഡൻസിന്റെയും മെഷർമെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് മോഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണത്. പക്ഷെ എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മെഷർമെന്റ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. So അതിനകത്ത് നമുക്ക് ഫസ്റ്റ് we'll start with measurement of frequency. So measurement of frequency എന്ന് പറയുന്നതാണ് നമ്മുടെ frequency measurement ആണല്ലോ. So ഈ frequency measurement നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് either it can be done using electronic method or mechanical technique. So microwave frequency can be measured using either electronic method or mechanical methods. So commonly നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇലക്ട്രോണിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ്സ്. ഏതിന്റെ മെഷർമെന്റ്സ് ആണ്? മൈക്രോവേവ് ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിക് ടെക്നിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ടെക്നിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എന്താണ്? അത് ആക്യുറേറ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ ടെക്നിക്ക് വിട്ടിട്ട് ഇലക്ട്രോണിക് ടെക്നിക്സിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ടെക്നിക്സ് എന്ന് പറയുന്നത് they are more accurate, but the major problem is it is little bit costlier. ഇത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ നോർമലി ഫ്രീക്വൻസി കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഹെറ്ററോഡൈൻ സിസ്റ്റംസ് ആണ് നമ്മൾ ഈ ഇലക്ട്രോണിക് ടെക്നിക്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നോൺ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ നോൺ ഫ്രീക്വൻസിനെ നമ്മൾ അൺനോൺ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? അതിന്റെ കിട്ടുന്ന റിസൾട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫ്രീക്വൻസി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ നോർമലി ഫ്രീക്വൻസി മെഷർമെന്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ടെക്നിക്സും മെക്കാനിക്കൽ ടെക്നിക്സും ആണ്. അതിനകത്ത് ഇലക്ട്രോണിക് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ബട്ട് ദ മേജർ അഡ്വാൻറ്റേജസ് ദേ ആർ മോർ ആക്യുറേറ്റ് കമ്പയർഡ് ടു മെക്കാനിക്കൽ ടെക്നിക്സ്. അത് കാരണം നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഏതിലേക്ക് പോകും? ഇലക്ട്രോണിക് ടെക്നിക്കിലേക്ക് പോകും. ഓക്കെ, സോ ഇലക്ട്രോണിക് ടെക്നിക്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫ്രീക്വൻസി കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസി ഹെറ്ററോഡൈൻ സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു മിക്സർ ഉണ്ടാവും. സോ മിക്സറിനകത്ത് എന്തുണ്ടാവും? ഒരു അൺനോൺ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ അൺനോൺ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോൺ ഫ്രീക്വൻസിയുടെ nth ഹാർമോണിക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്തിട്ട് ആ കിട്ടുന്ന ഫ്രീക്വൻസിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് അത് ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസി ആണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ PPT-യിൽ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തുണ്ടാവും? ഒരു മിക്സർ ഉണ്ടാവും. സോ ഈ മിക്സറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ഒരു അൺനോൺ ഫ്രീക്വൻസി ഈ ഒരു ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ അൺനോൺ ഫ്രീക്വൻസിയിലുള്ള ആ സിഗ്നൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്രീക്വൻസി ജനറേറ്റർ യൂസ് ചെയ്ത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ഒരു ഹാർമോണിക് ജനറേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. സോ ഹാർമോണിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പല ഫ്രീക്വൻസി, അതായത് nth ഹാർമോണിക്, ഫസ്റ്റ് ഹാർമോണിക് ആവാം, സെക്കൻഡ് ഹാർമോണിക് ആവാം. സോ അതിന്റെ കറസ്പോണ്ടിങ് ഹാർമോണിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തരുന്ന സിഗ്നലിനെ നമ്മൾ nth ഹാർമോണിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഹാർമോണിക് ജനറേറ്റർ എന്ന് പറയുന്നത്. സോ ഇതെന്ത് ചെയ്യും? കിട്ടുന്ന ലോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ജനറേറ്ററിൽ നിന്നും കിട്ടിയ സിഗ്നലിനെ നമ്മൾ ഏതിലേക്ക് കൊടുക്കും? ഹാർമോണിക് ജനറേറ്ററിലേക്ക് കൊടുത്തതിന് ശേഷം അതിന്റെ nth ഫ്രീക്വൻസിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. ഈ കിട്ടിയ ഫ്രീക്വൻസി നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? മിക്സറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അൺനോൺ ഫ്രീക്വൻസിയായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ കിട്ടുന്ന അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇലക്ട്രോണിക് ഫ്രീക്വൻസി മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ട് മെഷർമെന്റ് ഓഫ് പവർ. സോ പവർ മെഷർമെന്റ് എന്ന് പറയുന്നതാണ് അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് 3 പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ്? ഫ്രീക്വൻസി മെഷർമെന്റ്, പവർ മെഷർമെന്റ് ആൻഡ് ഇംപിഡൻസ് മെഷർമെന്റ്. സോ സെക്കൻഡ് വൺ, മെഷർമെന്റ് ഓഫ് പവർ.
So the microwave power inside a waveguide is invariant with the position of measurement and the power measured is the average power. So ഒരു waveguide-നകത്ത് ഉള്ള microwave power എന്ന് പറയുന്നത് respective of the position of measurement എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. അതേപോലെ അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് പവർ ആണ്. നമ്മൾ ഒരു വേവ്ഗൈഡിനകത്ത് നിന്ന് നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ദ ആവറേജ് പവർ. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് ഇങ്ങനെ മെഷർ ചെയ്യുന്ന പവർ ലോ ആണോ ഹൈ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് മെഷർമെന്റ് ടെക്നിക് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, തൊട്ട് മുന്നേ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ആണ്. സോ ഇതിനെ ബേസ് ചെയ്ത് അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് പവർ മെഷർമെന്റ് യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ പവർ മെഷർമെന്റ്സ് നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ മെഷർമെന്റ് ഓഫ് ലോ പവർ, സെക്കൻഡ് വൺ മെഷർമെന്റ് ഓഫ് മീഡിയം പവർ ആൻഡ് തേർഡ് വൺ മെഷർമെന്റ് ഓഫ് ഹൈ പവർ. സോ ഏത് ടൈപ്പ് അല്ലെങ്കിൽ എത്രത്തോളം പവർ ഒരു വേവ് ഗൈഡിൽ നിന്നും കിട്ടും എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ 3 ടെക്നിക്സ് ഏതാന്ന് വെച്ചാൽ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ മെഷർമെന്റ് ഓഫ് ലോ പവർ. സോ ലോ പവർ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഈ പറയുന്ന 0.01 മില്ലി വാട്ടിന്റെയും 10 മില്ലി വാട്ടിന്റെയും ഇടയിലായിരിക്കണം. ഓക്കെ, and this measurement can be done using bolometric technique. Similarly, measurement of medium power. So measurement of medium power എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും if the power obtained from the waveguide is between 10 milliwatt to 1 watt ആണെങ്കിൽ it will comes under medium power measurement and the technique used is calorimeter technique. Okay, ഇനി if the power is greater than 10 watt then we will go for high power measurement and this can be done using calorimeter wattmeter technique. Clear ആയല്ലോ? So different categories of power measurements ഉണ്ട്. ഈ കാറ്റഗറീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ജനറേറ്റ് ചെയ്യുന്ന പവറിന്റെ വാല്യൂ എത്രയാണ്. സോ ആ പവർ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ലോ പവർ ആണോ മീഡിയം പവർ ആണോ ഹൈ പവർ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് കറസ്പോണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പവർ മെഷർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എന്താ പറഞ്ഞത്, നമുക്ക് പവർ 3 രീതിയിൽ കാറ്റഗറൈസ്, പവർ മെഷർമെന്റ് ടെക്നിക്സിനെ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ആ 3 കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു, ലോ പവർ, മീഡിയം പവർ ആൻഡ് ഹൈ പവർ ടെക്നിക്സ്. ഓക്കെ, ഇനി ഈ 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മെഷർമെന്റ് ഓഫ് ലോ പവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏത് മാത്രമേ നോക്കുന്നുള്ളൂ, മെഷർമെന്റ് ഓഫ് ലോ പവർ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ മീഡിയം പവറും ഹൈ പവർ മെഷർമെന്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നോർമലി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു ലോ പവർ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന മൈക്രോവേവ് പവർ എന്ന് പറയുന്നത് ഏത് റേഞ്ചിലാണ്, ഇറ്റ്സ് അബൌട്ട് 0.01 milliwatt to 10 milliwatt. ഓക്കെ, അപ്പൊ ഈ റേഞ്ചിലുള്ള പവേഴ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ജനറേറ്റ് ചെയ്ത പവർ എത്രയാണെന്നാണ്, എന്താണെന്നാണ്, ഏത് കാറ്റഗറിയിൽ വരും, ലോ പവർ മെഷർമെന്റിൽ വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിവൈസ് ഏതാണ്, ബോളോമീറ്റർ ടെക്നിക്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. സോ devices such as bolometers and thermocouplers whose resistance changes with the applied power, they are capable of measuring low microwave power. So low microwave powers measure ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്, we use those devices whose resistance changes with the applied power. അല്ലേ, ഏതൊക്കെ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് അപ്ലൈഡ് പവറിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് വേരി ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള ഡിവൈസസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ലോ പവർ മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ബോളോമീറ്റേഴ്സും തെർമോകപ്ലേഴ്സും ആണ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ബോളോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു സിമ്പിൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസ് ആണ് അല്ലെ, അതുകൊണ്ടായിരിക്കുമല്ലോ അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് വേരി ചെയ്യുന്നത്. സോ ബോളോമീറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ ഈ പറയുന്ന തെർമിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവ എന്താണ് ശരിക്കും പറഞ്ഞാൽ, തെർമിസ്റ്റേഴ്സ് പോട്ടെ തെർമോകപ്ലേഴ്സ് ആണെങ്കിലും ഇവ എന്താണ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസ് ആണ്.
സോ രണ്ടിന്റെയും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, സോ അത് കാരണം നമ്മൾ ലോ പവർ മെഷർമെന്റിൽ ഏത് യൂസ് ചെയ്യുന്നു, ബോളോമീറ്റേഴ്സും തെർമോകപ്ലേഴ്സും യൂസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ബോളോമീറ്റർ തന്നെയാണ്. സോ അത് കാരണമാണ് നമ്മൾ ആ കാറ്റഗറി പറഞ്ഞപ്പം ലോ പവർ മെഷർമെന്റിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ചോദിച്ചപ്പോൾ നമ്മൾ ബോളോമീറ്റർ ടെക്നിക് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ബോളോമീറ്റർ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ബോളോമീറ്റർ ടെക്നിക്സ് അല്ലെങ്കിൽ ഈ ബോളോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് അതിന്റെ എന്ത് വേരി ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ബോളോമീറ്റർ ടെക്നിക്സ് ആണ്. സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ബോളോമീറ്റേഴ്സിനെ. ബോളോമീറ്റേഴ്സ് എന്താണ്, ദേ ആർ എസംബിൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസ് ആണ്. We can categorize this bolometer into two, barometers and thermistors. Okay, ഇനി എന്താണ് ബാരറ്റേഴ്സ് എന്ന് നോക്കാം. ബാരറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, they are PTC. What is PTC? They are positive temperature coefficient. എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് ഈ ആക്സിസ്, അതായത് y ആക്സിസ് ഇസ് റെസിസ്റ്റൻസ് ആൻഡ് x ആക്സിസ് ഇസ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യും എന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഞാൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുവാണോ കുറയുവാണോ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. സോ അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്, റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്, ബാരറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് എ ഷോർട്ട് ലെങ്ത് ഓഫ് ഫൈൻ പ്ലാറ്റിനം വയർ. ശരിക്കും ഇതെങ്ങനെയാണ്, ഒരു ഫൈൻ പ്ലാറ്റിനം വയർ, കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം വയർ ആണ്, which is mounted in a casing. Okay, അതൊരു കേസിംഗിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു വയറാണ്, ഫൈൻ പ്ലാറ്റിനം വയർ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, എൻക്ലോസ്ഡ് ഇൻ എ കേസിംഗ്, ജസ്റ്റ് ലൈക്ക് എൻ ഓർഡിനറി ഫ്യൂസ്. ഓക്കെ, സോ ഇതാണ് ബാരറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ഡിവൈസ്. ഓക്കെ, സോ ഇത്രയാണ് ബാരറ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ എന്താണ് ബാരറ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. സോ സെയിം എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. It basically consists of a short length of fine platinum wire which is mounted inside a casing. Okay, just like an ordinary fuse and is a very delicate device. Okay, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമിസ്റ്റേഴ്സ് ആണ്. ഇനി എന്താണ് തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, they are negative temperature coefficient of resistance ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ത്, ബാരറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് തെർമിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടത്തില്ല, പകരം എന്ത് ചെയ്യും, കുറയും. കുറയുന്നത് കാരണമാണ് നമ്മൾ അതിനെ NTC അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ദീസ് ആർ തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ദേ ആർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഓക്കെ, ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ബോളോമീറ്റർ എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. The element used in bolometer എന്ന് പറയുന്നത് it can be either positive or negative temperature coefficient അല്ലെ. ബാരറ്റേഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൻഡ് തെർമിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. സോ അത് തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത പോയിന്റ്സിലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ റെപ്പറ്റീഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് എന്താണ് ബോളോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ബോളോമീറ്റർ ടെക്നിക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So normally a bolometer എന്ന് പറയുന്നത് it's just like a crystal diode ആണ്. And it's a square law device. Bolometers എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു crystal diode ആണ് which is a square which obeys square law device. എന്താണ് ഇനി square law device എന്ന് പറയുന്നത്, since it produce a current which is proportional to the applied power. നമ്മൾ കൊടുത്ത പവർ എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കൊടുത്ത പവർ എന്ന് പറയുന്നത് അപ്ലൈഡ് പവറിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സ്ക്വയർ ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് റാദർ ദാൻ ദ അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് പകരം ആ വോൾട്ടേജിന്റെ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് സ്ക്വയർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നതും. അതുകൊണ്ട് ഈ ക്രിസ്റ്റൽ ഡയോഡിനെ അല്ലെങ്കിൽ ഈ ബോളോമീറ്റർ ഡിവൈസസിനെ നമ്മൾ സ്ക്വയർ ലോ ഡിവൈസസ് എന്നും പറയും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ബോളോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈൻ പ്ലാറ്റിനം വയർ ആണ് which is mounted inside a casing.
and that is provided within the waveguide, where the bolometer itself is used as a load with operational resistance of R1 ohm as shown in the figure in the next slide. Okay, this is the ഞാൻ ഈ പറഞ്ഞ ബോളോമീറ്റർ പവർ മെഷർമെന്റ് ഒരു ജസ്റ്റ് ഒരു സെറ്റപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ഇതൊരു നോർമൽ ഒരു വയർ പോലെയാണ് വിച്ച് ഇസ് മൗണ്ടഡ് ഇൻസൈഡ് എ കേസിംഗ്. സോ ഇതാണ് അതിന്റെ കേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ which is mounted inside the waveguide. ഒരു waveguide അകത്താണ് ഈ പറയുന്ന ബോളോമീറ്റർ, അതായത് നമുക്ക് പവർ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വേവ്ഗൈഡിനകത്തൂടെയാണല്ലോ ഈ പറയുന്ന വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ആ വേവ്ഗൈഡിനകത്ത് നമ്മൾ എന്ത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? ഈ ബോളോമീറ്റർ ടെക്നിക് അല്ലെങ്കിൽ പവർ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ്, ഈ ഒരു ഡിവൈസ് നമ്മൾ ഒരു വേവ്ഗൈഡിനകത്ത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പവർ ആണോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്തൂടെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഒരു ലോ മൈക്രോവേവ് പവർ നമ്മൾ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോളോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഈ വരുന്ന പവറിന്റെ മെഷർമെന്റ് എന്ത് ചെയ്യണം? നമുക്ക് മെഷർ ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സ്വാഭാവികമായിട്ടും ഈ മൈക്രോവേവ് പവർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ ബോളോമീറ്റർ തന്നെ ഒരു ലോഡായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. സോ ഈ ബോളോമീറ്റർ എന്ത് ചെയ്യും? ഈ വരുന്ന പവേഴ്സിൽ കുറച്ച് പവേഴ്സിന് അതൊരു ഇത് പ്ലാറ്റിനം വയർ ആണ്. സോ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും? കുറച്ച് ഹീറ്റപ്പ് ആവും. ഹീറ്റപ്പ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ വരുന്ന വേവ്സിന്റെ കുറച്ച് പവേഴ്സ് എന്ത് ചെയ്യും? ഇത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തെങ്കിലല്ലേ ഹീറ്റ് ആവുള്ളൂ. എന്നിട്ട് എന്ന് പറഞ്ഞാൽ ആ പവർ അബ്സോർബ് ചെയ്തിട്ട് അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഹീറ്റപ്പ് ആയിട്ടായിരിക്കും അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി ഞാൻ ഈ പറയുന്ന ബോളോമീറ്ററിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബാരറ്റോസിനകത്തുള്ള ഈ പ്ലാറ്റിനം വയറിന്റെ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്ന ഒരു വാല്യൂല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ഇവിടെ ഒന്നുമില്ല. എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇതിനകത്തോട്ട് സിഗ്നൽ കൊടുക്കുന്നില്ല. സിഗ്നൽ കൊടുക്കാതിരിക്കുന്ന സമയത്തുള്ള അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? R1 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനകത്തൂടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു വേവ് പാസ് ചെയ്യാണ്. സോ ആ വേവ് എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി വേവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ സ്വാഭാവികമായിട്ട് അത് ഇവിടെ വന്ന് ഈ പറയുന്ന പ്ലാറ്റിനം വയർ ഹീറ്റപ്പ് ആവും, അല്ലെങ്കിൽ അത് ആ പവർ അബ്സോർബ് ചെയ്തതിനനുസരിച്ച് ആ വയർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ പറയുന്ന ബാരറ്റോസ് എന്ത് ചെയ്യും? ഹീറ്റ് ആവാൻ തുടങ്ങും. ഹീറ്റ് ആവുമ്പോഴത്തേക്കും നേരത്തെ എത്രയായിരുന്നു റെസിസ്റ്റൻസ്? ഇപ്പൊ ടെമ്പറേച്ചർ റേസ് ആയല്ലേ? ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? വേരി ചെയ്യും. എന്ന് പറഞ്ഞാൽ R1 ഇരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പം R2ലേക്ക് വേരി ചെയ്യും. ഓക്കെ, സോ R1 നിന്നും R2ലേക്ക് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഈ വേരി ചെയ്യുന്ന റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്? നമ്മൾ മൈക്രോവേവ് പവർ അനലൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സോ ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യും? ഒരു ബ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ്, ബോളോമീറ്റർ ബ്രിഡ്ജ് ടെക്നിക് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്ററിന്റെ വേരിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യും. ക്ലിയർ ആയോ? ഈ ഒരു സെറ്റപ്പിനകത്ത് ഈ രണ്ട് എൻഡ്സിൽ ഉണ്ടാവുന്ന ഈ റെസിസ്റ്റൻസിനകത്തുള്ള വേരിയേഷൻ നമ്മൾ ഇതിന് അക്രോസ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ബോളോമീറ്റർ ബ്രിഡ്ജ് ടെക്നിക് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കേസസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. A low microwave power which is to be measured is applied and some power is absorbed in the bolometer load and is dissipated as heat and the resistance changes to R2 initially if it is set to R1. Okay, and this change in resistance is proportional to the microwave power which can be measured using a bridge, so which is done using a balanced bolometer bridge technique. Okay, here the bolometer itself is made to be one of the arms of the bridge. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ സ്ലൈഡിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് നമ്മുടെ വേവ് ഗൈഡ്സിനകത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ബോളോമീറ്ററിനകത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് ബോളോമീറ്റർ ബ്രിഡ്ജ് ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിഷ്യലി
ഈ ബ്രിഡ്ജ്, ഈ തന്നിരിക്കുന്ന ബ്രിഡ്ജ്, ഇതൊരു നമുക്കറിയാലോ, നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ബാലൻസ്ഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതിനകത്ത് ഈ സെയിം സർക്യൂട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ R5 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ സെറ്റപ്പ് ആണ് ഇത്. ഓക്കെ, ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഈ ഒരു സർക്യൂട്ടിനകത്ത് R5 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബ്രിഡ്ജിന്റെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം R5 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെ. സോ ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. Initially the bridge is balanced by adjusting R5, which varies the DC power applied to the bridge, and bolometer element is brought to a predetermined operating resistance before microwave power is applied. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പവർ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ ബോളോമീറ്റർ തന്നെ ഒരു ലോഡായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു. സോ ഇത് ബോളോമീറ്റർ ആണ് അസ്യൂം ചെയ്യാം. സോ ഇനീഷ്യലി നമ്മൾ ഈ നെക്രോസൈഡ് എന്ത് കൊടുക്കുന്നില്ല, ഈ പറയുന്ന മൈക്രോവേവ് പവർ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു സിഗ്നലും വന്ന് കയറുന്നില്ല. സോ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്തേക്കുവാണ്, R5 യൂസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തേക്കുവാണ്. ആ സമയത്തുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ അസ്യൂം ചെയ്യാണ് ലെറ്റ് ദ വോൾട്ടേജ് ബി, ഇതിന് അക്രോസ്, ഈ ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്, E1 ആണ്. എപ്പോഴാണ് ഇത് ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇവിടെയുള്ള വോൾട്ടേജ് E1 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് അക്രോസ് ആയിട്ട് മൈക്രോവേവ് പവർ അപ്ലൈ ചെയ്യും. മൈക്രോവേവ് പവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ പവർ ഈ പറയുന്ന ബോളോമീറ്റർ അബ്സോർബ് ചെയ്യും. കുറച്ച് പവർ ഇതിലേക്കൂടെ ട്രാൻസ്ഫർ ചെയ്യും. ബട്ട് റെസിസ്റ്റൻസ് ആണ്, അവരെന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നുള്ളത്, റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പവർ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസിപ്പേറ്റ് ചെയ്യും. സോ ഡിസിപ്പേറ്റ് ചെയ്തത് കാരണം ഈ പറയുന്ന ബോളോമീറ്റർ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, അതിന്റെ ഹീറ്റപ്പ് ആവുന്നത് കാരണം ആ റെസിസ്റ്റൻസ് നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസിൽ നിന്നും അൺബാലൻസ് സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, ഈ അൺബാലൻസ്ഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഈ R4നകത്ത് ഉണ്ടാവുന്ന വേരിയേഷൻ സ്വാഭാവികമായിട്ടും ഇതിൽ എഫക്ട് ചെയ്യും, ഈ വരുന്ന ലൈൻ R6ലേക്ക് എഫക്ട് ചെയ്യും. ഓക്കെ, സോ അത് കാരണം ഈ പറയുന്ന നേരത്തെ ബാലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷൻ വേരി ചെയ്ത് അൺബാലൻസ് കണ്ടീഷനിലേക്ക് പോയിട്ട് നേരത്തെ E1 ആണ് ഈ ബാറ്ററിയുടെ കറസ്പോണ്ടിങ് പവർ എങ്കിൽ ഇപ്പൊ ജനറേറ്റ് ചെയ്ത DC പവർ എന്ന് പറയുന്നത് ഇത് കാരണം ഉണ്ടായ DC പവർ എന്ന് പറയുന്നത് E2 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഈ E1ഉം E2 എല്ലാം ഒരു റെഫറൻസ് വാല്യൂ ആണ്. ഓക്കെ, സോ അവിടെ ഒരു DC ബാറ്ററിക്കകത്ത് അവിടെ ഉണ്ടായ വോൾട്ടേജിൽ തന്നെ ഒരു വേരിയേഷൻ വന്നില്ലേ, എന്താണ്, E1 മൈനസ് E2. ഞാൻ ഈ വോൾട്ടേജും പവറും ഒക്കെ പറയുമ്പോഴും ചിന്തിച്ചാൽ മതി, ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ E1 മൈനസ് E2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡിഫറൻസ് വരും. സോ ദ മൈക്രോവേവ് പവർ എന്ന് പറയുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ വേരി ചെയ്യും. ഓക്കെ, ഇനി നമുക്കല്ലാതെ ഇതേപോലെ ഇതിന് നടുക്കായിട്ട് ഒരു G എന്ന് പറയുന്ന ഒരു ഡിറ്റക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ്ലി ദിസ് ഡിറ്റക്ടർ G ക്യാൻ ബി ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ടുള്ള മൈക്രോവേവ് പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് whenever the bridge is unbalanced, അപ്പൊ എന്ത് സംഭവിക്കും, എപ്പോഴൊക്കെ ഈ ബ്രിഡ്ജ് അൺബാലൻസ് കണ്ടീഷനിൽ പോകുന്നോ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഡിറ്റക്ടർ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള മൈക്രോവേവ് പവർ റീഡ് ചെയ്യും. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാലൻസ്ഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ ഈ ഡിറ്റക്ടർ യൂസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ ആയല്ലോ? ഇത് തൊട്ട് മുന്നേ പറഞ്ഞ കൺസെപ്റ്റ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഫർദർ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിം തന്നെയാണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. Okay, then what are the major errors in bolometer technique? ഈ ബോളോമീറ്റർ ടെക്നിക്കിനകത്തുള്ള സാധാരണഗതിയിൽ സംഭവിക്കുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ബോളോമീറ്റേഴ്സ് എന്താണ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. സോ സം ഫോം ഓഫ് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ മസ്റ്റ് ബി ഡൺ ഇൻ ഓർഡർ ടു അവോയ്ഡ് എറേഴ്സ് അല്ലെ. സോ ബോളോമീറ്റർ സെൻസിറ്റീവ് ഡിവൈസ് ആയത് കാരണം എങ്ങനെയെങ്കിലും ആ ടെമ്പറേച്ചർ സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ സെൻസിറ്റീവ്നെസ് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യണം. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറിനകത്ത് R6 R7 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം R6 is identical and close to R3. R3 എന്ന് പറയുന്ന ബ്രിഡ്ജിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ആണ്. തൊട്ടുമുന്നത്തെ സ്ലൈഡ് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക.
R3 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ബ്രിഡ്ജിനകത്ത് വരുന്ന റെസിസ്റ്റേഴ്സ് ആണ്. ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് R6 പാരലൽ ആയിട്ടാണ്. സോ ദാറ്റ് R6 resistor is identical and close to R3. That is both are bolometer elements. So അത് കാരണമാണ് ഈ രണ്ട് റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഒരു ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ ഇട്ടേക്കുന്നത്. സോ അത് കാരണം R3 വരുന്ന എന്തൊക്കെ ബോളോമീറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്നുണ്ടോ അത് ഏതിനും ബാധകമാണ്? R6 ബാധകമാണ്. ഓക്കെ. ഇനി if the temperature change and reduce the resistance R3, ഇപ്പൊ ടെമ്പറേച്ചർ വേരി ചെയ്ത R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വേരി ചെയ്യുവാണെങ്കിൽ this will not be interpreted as microwave power change because resistance of R6 is equally reduced. ശ്രദ്ധിച്ചോണം, ഇപ്പൊ ടെമ്പറേച്ചർ വേരി ചെയ്തു. ഓക്കെ, ടെമ്പറേച്ചർ വേരി ചെയ്തത് കാരണം ആ കറസ്പോണ്ടിങ് ആയിട്ട് R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ പാരാമീറ്റർ എന്ത് സംഭവിച്ചു? R4 തൊട്ടടുത്ത് കിടക്കുകയല്ലേ. സോ അത് വേരി ചെയ്തു. അത് വേരി ചെയ്തത് കൊണ്ട് മാത്രം ഇതിനകത്തുള്ള പവർ വേരി ചെയ്തു എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് റെസിസ്റ്റൻസ് R6 ഈസ് ഈക്വലി റെഡ്യൂസ്ഡ്. കാരണം R6 ഇതിന്റെ അടുത്ത് തന്നെ കിടക്കുകയല്ലേ. സോ ഇത് റെസിസ്റ്റൻസ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. Thus ഈ ഒരു വേരിയേഷൻ വരും. Thus more current will flow through it and hence lesser amount will flow through the bridge. Okay, so നമ്മുടെ ഈ R3യും R6ഉം ക്ലോസ്ഡ് ആയത് കാരണം ഇവിടെ ടെമ്പറേച്ചറിനകത്ത് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇപ്പൊ കുറയാന്ന് വെച്ചു. ടെമ്പറേച്ചർ കുറഞ്ഞത് കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഈക്വൽ എമൗണ്ട് ഓഫ് കറണ്ട് ഇതിനകത്ത് ഫ്ലോ ചെയ്യും. R6 എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി പാസ് ചെയ്യും. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ തോനെയും കറണ്ട് പാസ് ചെയ്യില്ലേ. ദാറ്റ് ഇസ് current through R3 will be lowered, so its temperature thus restoring the balance. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബോളോമീറ്റർ ടെക്നിക്സിന്. സോ നമുക്കറിയാം ബോളോമീറ്റർ ടെക്നിക്സിന് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പവർ മെഷർമെന്റ് എന്ന് പറയുന്നത് ഏത് റേഞ്ച് ആണെന്ന് പറഞ്ഞിരുന്നു. പവർ മെഷർമെന്റ് ഈസ് ദ റേഞ്ച് ഓഫ് 0.01 milliwatt to 10 milliwatt ആണ്. സോ 10 milliwattനേക്കാളും കൂടുതൽ വരുന്ന പവർ ഒന്നും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ അതിനെയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ മെഷർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഈ പവർ മെഷർമെന്റ് റേഞ്ച് നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ഡയറക്ഷൻ കപ്ലർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും പവർ മെഷർമെന്റിന്റെ റേഞ്ച്. അതായത് 10 milliwatt വരെ ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊന്ന് ജസ്റ്റ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഒരു ഡയറക്ഷൻ കപ്ലർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ മെഷർമെന്റ് റേഞ്ച് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? സോ ഇതാണ് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡയറക്ഷണൽ കപ്ലർ. ഈ ഡയറക്ഷണൽ കപ്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ അതിന്റെ ഒരു ലോഡ് വെച്ച് മാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ എൻഡും നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, ഒരു മാച്ച്ഡ് ലോഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ എൻഡ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് സിഗ്നൽ പാസ് ചെയ്യും അല്ലെങ്കിൽ ഒരു വേവ് പാസ് ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയറക്ഷൻ കപ്ലറിനകത്ത് നമ്മൾ എന്ത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ബോളോമീറ്റർ എലമെന്റ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ വരുന്ന പവർ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത് രണ്ട് ലോഡ് വെച്ച് ഇവിടെ മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇങ്ങോട്ട് പോയാലും അത് തിരിച്ച് റിട്ടേൺ അടിച്ച് ഈ പാത്തിൽ കൂടെ പോകും. അതേപോലെ ഈ പവർ ഇങ്ങോട്ട് വന്നാലും അത് റിട്ടേൺ അടിച്ച് ഇത് പാത്തിൽ കൂടെ പോകും, ഇങ്ങോട്ട് പോകും. സോ ഈ അറ്റനുവേഷൻ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്രോസ് ആയിട്ട് ഈ റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വരുന്ന പവർ ഏത് വഴി കയറി പോകും, ഈ പറയുന്ന ബ്രാഞ്ച് വഴി അല്ലെങ്കിൽ ബോളോമീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു എൻഡ് വഴി ഇത് കയറി പോകും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു 20 decibel ഡയറക്ഷൻ കപ്ലറും അതേപോലെ ഒരു 10 dB അറ്റനുവേറ്ററും ആണ് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പവർ റിസീവ്ഡ് ബൈ ദ ബോളോമീറ്റർ എലമെന്റ് വിൽ ബി 30 decibel. ഓക്കെ, അതായത് 20 dB ഡയറക്ഷണൽ കപ്ലറും ഈ ഡയറക്ഷണൽ കപ്ലർ എന്ന് പറയുന്നത് 20 dB ആണ്. ഇനി അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന അറ്റനുവേറ്റർ എന്ന് പറയുന്നത് 10 dB ആണെങ്കിൽ അവിടെ റിസീവ് ചെയ്ത പവർ എന്ന് പറയുന്നത് ഇൻ എഫക്ട് ഇറ്റ് ഈസ് 30 dB. Okay, that means 1/1000th of the power fed to the master termination. ഈ മാസ്റ്റർ ടെർമിനേഷനിൽ എത്ര പവർ ആണ് ഫെഡ് ചെയ്തത്, അതിന്റെ 1/1000 ആണ് എങ്ങോട്ട് കയറി വരുന്നത്, ഈ പറയുന്ന അല്ലെങ്കിൽ അത്രയും ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പവർ മെഷർമെന്റ് റേഞ്ചിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഇൻ എഫക്ട് ഇത് മീൻ ചെയ്യുന്ന എത്രയാണ്, ഇതാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ച് ഓഫ് പവറിനെ നമുക്ക് 1000 ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
1000 ടൈം എന്ന് പറഞ്ഞാലും ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ again it is limited. Okay, the only limitation of this is the power handling capacity of the direction coupler. So ഇത് ലിമിറ്റ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ആ ഡയറക്ഷൻ കപ്ലറിന്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ബോളോമീറ്റർ ടെക്നിക്സ് അല്ലെങ്കിൽ ബോളോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഹൈ പവർ മെഷർ ചെയ്യാൻ പറ്റാത്തത്. ഇതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. സോ നമുക്ക് ലോ പവേഴ്സ് ഒക്കെ മാത്രമേ ഇതിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മെഷർമെന്റ് ഓഫ് അല്ലെങ്കിൽ പവർ മെഷർമെന്റ് യൂസിങ് ബോളോമീറ്റർ ടെക്നിക്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ കൺസെപ്റ്റ് ആണ് നോക്കിയത്? ഫ്രീക്വൻസി മെഷർമെന്റ് നോക്കി. ഫ്രീക്വൻസി മെഷർമെന്റ് കുഞ്ഞൊരു ടോപ്പിക് ആണ്. അതിനകത്ത് നമ്മൾ ഇലക്ട്രോണിക് മെഷർമെന്റ്സ് നോക്കിയിരുന്നു. പിന്നീട് നോക്കിയതാണ് എന്ത്, പവർ മെഷർമെന്റ്. അതിനകത്ത് 3 കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു കാറ്റഗറി മാത്രമേ ഇപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് ചെയ്യാണ്. അപ്പൊ സ്റ്റുഡൻസ്, നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കയറി വരുന്നത്. പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നുമില്ല. സോ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.